1 2 3. ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അതേ സമയമൊന്നായിട്ടില്ല, 6 മണിയായിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഇപ്പോൾ വ്ളോഗ് എടുക്കണേന്ന്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലേ ഐസു? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ. അപ്പോൾ യു ഗൈസ് ഓൾസോ പ്ലീസ് ജോയിൻ മീ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുപോലെ കാമായിട്ട് രാവിലെ ഇങ്ങനെ പോകുന്നതൊക്കെ. അങ്ങനെ എപ്പോഴും പറ്റിയിട്ടൊന്നുമില്ല, ബട്ട് ഐ ലവ് ഇറ്റ്. ഐ ലവ് ദി പീസ്, ഐ ലവ് ദി കാംനെസ്. എന്നെപ്പോലെ ചെറിയ ചെറിയ വട്ടുകളുള്ള ഒരാളായിരുന്നു ഹൈസു. അതുകൊണ്ട് എനിക്ക് കമ്പനിക്ക് വേറെ ആൾ വേണ്ടി വന്നില്ല. ഷീ ഈസ് ഓൾസോ വെരി എക്സൈറ്റഡ് ആൻഡ് ഫീലിംഗ് പോസിറ്റീവ്. പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ നടന്ന് എന്താ അടിപൊളിയായിരിക്കുമല്ലേ, പക്ഷെ സമയം കിട്ടാറില്ല. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് രസമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഉണർവും ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി തുടക്കമായിരിക്കും എടുത്ത് വെച്ചിട്ട്. പക്ഷെ നമുക്ക് ഉള്ള എന്താ പറയുക, സമയമില്ലെന്നല്ല, കണ്ടെത്തിയ സമയം ഉണ്ടാവും. പക്ഷെ ഈ കുരിപ്പിനൊക്കെ വെച്ചിട്ട് ഇപ്പം ഇച്ചിരി പയ്യെ എനിക്ക്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല പോസിറ്റീവായിട്ട്. ഇപ്പം ഇങ്ങനെ ഹൈസുവിനെ അതിൽ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ ഇല്ലേ? എന്നാൽ അവിടെ നിന്നോ, ഞാൻ കൊണ്ടുപോകില്ല. ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് വിചാരിച്ചതല്ല ശരിക്കും പറഞ്ഞാല്. എല്ലായിടത്തും കിടന്ന് ഉറങ്ങട്ടെ അത് വിചാരിച്ച് ഇവൻ എന്നെ വന്ന് വിളിച്ചു നൈസായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു പോവാ എന്ന് വിചാരിച്ച. പക്ഷെ അപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി സെറ്റ് ഇറങ്ങാൻ നേരമായപ്പോഴത്തേക്ക് ആശത്തെ ഇടിച്ചു. എന്നിട്ട് ഞാനും വരില്ലെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് കൊണ്ടുവരിക്കാൻ പറ്റും. ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്നു വരാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇവിടെ ഉള്ളത് കൊണ്ട് കുറേ നേരം എടുത്ത് നടക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങളങ്ങനെ വണ്ടി എടുത്ത് അതൊക്കെ അങ്ങനെ ഓടിച്ചു നടക്കാമെന്ന് വിചാരിച്ചു. അല്ലേ കുട്ടി? തൊട്ടാവാടി കേസൊന്നും കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. എന്താണെന്നറിയാമോ തൊട്ടാവാടി പറഞ്ഞേ? തൊട്ടാവാടി ഒരു ഊതി. ചിലപ്പോ പറയാം സിനിമയിലെ കണ്ടു നായകന്മാർ. ഞാൻ ഒന്ന് ഊതി നോക്കട്ടെ. മൂന്തി മൂന്തി പോയില്ല. ഈ ഊതി നോക്കിയേ, അങ്ങട് ഊത അങ്ങട്. ഞങ്ങളങ്ങനെ കുറച്ചു നേരം നടന്നു. ഈ സമയത്ത് ഒരു കാലിച്ചായ കുടിക്കാൻ ആരാഗ്രഹിക്കാത്ത? പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു പഴയ കട അതവിടെ കണ്ടില്ല കേട്ടോ. പകരം ഈ കടയിലേക്ക് ഞങ്ങൾ കയറി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആരുണ്ടാവാനാ അല്ലേ? പക്ഷെ ഞങ്ങൾ കയറി കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഞങ്ങൾ 2 ചായ ഓർഡർ ചെയ്തിട്ടോ. ഹൈസ് ചില്ലുകൂട്ടിലേക്ക് നോക്കി രമേശിനും സതീഷിനൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതേ സമയത്തായതുകൊണ്ട്. അങ്ങനെ ഒരു ചെറിയ ബണ്ണ് വാങ്ങി ആളെ തൃപ്തിപ്പെടുത്തിയിട്ടോ. ഞാൻ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഷോപ്പ് വന്നിട്ട് മെട്രോ 2 അടുത്താട്ടോ. അവിടെ മെട്രോ ബസ്സൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് കാണാമോ നിങ്ങൾക്ക്? കഴിഞ്ഞ് കുറച്ച് ഞാനും ഹൈസും അങ്ങ് നടന്നു കേട്ടോ. എന്ത് രസമായിരുന്നു അറിയാമോ? പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു. ഫുൾ ഒരു ബേർഡ്സിൻ്റെ കരച്ചിലും അങ്ങനെയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നടപ്പ്. ഹൈസും എനിക്കതിനനുസരിച്ച് സഹകരിച്ച് തന്നു. ചില ഓട്ടവും ചാട്ടമൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ഇങ്ങനത്തെയൊക്കെ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ്. ആൾ കൗതുകത്തോടെ ഇടയ്ക്ക് കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ആസ്വദിച്ച് നടന്നപ്പോൾ 2 മിടുക്കന്മാരെ പരിചയപ്പെട്ടിട്ടോ. അവർ മീൻ പിടിക്കുമായിരുന്നു. കൂടെ ഞങ്ങളെയും കൂട്ടി. അടിപൊളി പിള്ളേരായിരുന്നു കേട്ടോ. നല്ല കമ്പനി വൈൻഡായിരുന്നു. ജിഷ്ണു അത് സച്ചു കൂട്ടുകാരന്മാരാണോ? പണ്ടോട്ടെ എത്ര ക്ലാസ്സിലാ? ഞാൻ 9. എവിടെ പഠിക്കണേ? SNDP തന്നെ. ആ നിൽക്കുന്ന ചേട്ടൻ്റെ ഒരു അമ്മാവനാട്ടോ. പുള്ളി മീനെ പിടിക്കുന്ന കാര്യമൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു. എപ്പോഴും ഇവിടെ ബ്രാല് കിട്ടുമായിരുന്നു എന്ന് അവർ പറയുന്നു. അങ്ങനെ എനിക്കിത് ചൂണ്ടയിടണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്നെ ശിഷ്യനായിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ ശിഷ്യൻ, അവൻ എൻ്റെ മാഷുമായിട്ട് ഞങ്ങൾ ക്ലാസ് തുടർന്നു. 1ാമത്തെ അറ്റംപ്റ്റും 2ാമത്തെ അറ്റംപ്റ്റും പാഴായതിനു ശേഷം 3ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ സക്സസ് നേടിയിരുന്നു. പക്ഷെ മീനൊന്നും കൊത്തിയില്ല, ചൂണ്ടയിറങ്ങി. എന്താടാ പറഞ്ഞത്? ചേച്ചി പതുക്കെ അറിയണത്. ഇവന്മാരെയൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. കാരണം ഇതുവരെ നേരിട്ട് കാണാത്ത എന്നെയാണ് ഇമാതിരി സപ്പോർട്ട് ചെയ്യുന്നത്. ദേ മെയ്ഡ് മൈ ഡേ. അടിപൊളി പിള്ളേരായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് പോകാമെന്നായിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ വെയിലറിയാലോ.
എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം ഞാൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ വലിയാന്ന് വിചാരിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി അവിടെ വെച്ച് ഹൈസു ബൈ ബൈ. ബൈ ബൈ പറഞ്ഞേ. ഹൈസു ബൈ ബൈ. അങ്ങനെ നമ്മൾ വീടെത്തി കഴിഞ്ഞിരിക്കുന്നു. പേടിയാണോന്നാ? രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? എന്താണ് മമ്മി ബ്രേക്ക്ഫാസ്റ്റ്? പറയൂ, താങ്കൾക്ക് പറയൂ. ഉച്ചയ്ക്ക് നാളെ വരുന്നുണ്ട്. എന്താണ് മമ്മി ഉണ്ടാക്കുന്നത്? മമ്മി ഉണ്ടാകുന്നത് പത്തിരി, അരിപ്പത്തിരി ആൻഡ് എന്താണ് മുട്ടക്കറി ആണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഞാൻ കുഴക്കണോ? വേണമെങ്കിൽ കുഴച്ചൊക്കെ സഹായിച്ചൊക്കെ തരാട്ടോ. മാറോ, ഞാൻ ചെയ്ത് കാണിക്കില്ല. അല്ലെങ്കിൽ എല്ലാവരും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാവുന്നതാണ്. മാറാൻ പോട്ടെ. നിങ്ങൾ വിചാരിക്കും എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാൻ വെള്ളം വെച്ച് എല്ലാം ഉണ്ടാക്കണേന്ന്. സത്യം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, കുറച്ചൊക്കെ എനിക്കറിയാവുള്ളൂ. അപ്പൊ ഗൈസ്, എല്ലാ വീട്ടിലും കാണുന്ന ഒരു ഷെൽഫ് കുറേ പാത്രങ്ങളായിട്ട്. ഞങ്ങളുടെ വീട്ടില് അത് ഇതാണ്. ഒരിക്കലും വരാത്ത ഗസ്റ്റിന് വേണ്ടി ഉമ്മ സൂക്ഷിച്ചു വെച്ചേക്കണം പാത്രങ്ങളാണിത്. ഈ സോസുകളുള്ള നിങ്ങൾ ഇത് കണ്ടോ? ഇതില് ഞാൻ ഒരു പ്രാവശ്യം പോലും ചായ കുടിച്ചിട്ടില്ല. അത് വീട്ടിൽ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് അറിയാം, ബട്ട് ഐ എം നോട്ട് എ പ്രോ. സത്യം പറഞ്ഞാൽ ജീവിച്ചു പോകാൻ അറിയാം, അത്രയുള്ളൂ കേട്ടോ. കല്യാണത്തിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു വക എനിക്ക് അറിഞ്ഞായിരുന്നു. ഞാൻ മറ്റേ എല്ലാവരും പറഞ്ഞ പോലെ നൂഡിൽസ് ഉണ്ടാക്കും, പപ്പടം പൊരിക്കും, മുട്ട വറക്കും, ചായ ഉണ്ടാക്കും. ഈ ഇത്ര കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ചില പഠിപ്പിക്കാൻ കൂടെ ശ്രമിച്ചു. ഇങ്ങനെ വേറെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും വീട്ടിലെ അമ്മമാരും പോലെ വേറെ വീട്ടിലേക്ക് പോകണതില്ലേ, പഠിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കുണ്ടോ ആ സമയം ഞങ്ങൾ പഠിക്കാൻ ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ബോധറാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചില്ല. അതത്ര നല്ല ശീലം ആണെന്ന് വെച്ചാൽ എനിക്കന്ന് അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ പഠിച്ചില്ല. ഞാൻ ചില വാരം വെച്ച് കാണാമെന്ന് വെച്ചു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് അത്രയും വലിയൊന്നും അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇപ്പം എന്തൊക്കെയോ അറിയാം. കാരണം എൻ്റെ അമ്മായിമ്മ നല്ല ക്ഷമയുള്ള ഒരാളായത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ പഠിച്ചു. കുറേ പൊട്ടത്തരങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇതൊക്കെ സെറ്റാക്കി പഠിപ്പിച്ചെടുത്തിട്ടാണ്. ഇപ്പം ജീവിച്ചു പോകാൻ അറിയാം. എന്തെങ്കിലുമൊക്കെ ഞാൻ തട്ടിക്കൂട്ടി വെക്കും. അത്ര പ്രോവല്ല, നമുക്ക് അത് മതിയല്ലോ. ജീവൻ നിലനിർത്താനുള്ള മാർഗമാണല്ലോ ഭക്ഷണം, അതെനിക്ക് അറിയാം. അപ്പം അങ്ങനെ എൻ്റെ കുക്കിംഗ് സ്കില്ല്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഓരോ പ്രായത്തിൻ്റെ ഒരു ഇതാണെന്ന് കഴിഞ്ഞൂടാ. പണ്ടേക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, കഴിക്കാൻ മാത്രമേ ഇഷ്ടം. ഇപ്പോഴും കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ കുക്കിങ്ങിനോട് ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഇച്ചിരി കേൾക്കും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര വരെ വാട്ടിയതല്ലേ, ഇനി ഉണ്ടാക്കി എടുത്ത് കാണാം. ഓക്കെ, എടുക്കണം. നമ്മുടെ പത്തിരിയും മുട്ടക്കറി. എന്താ മുട്ടക്കറി റെഡി ആയിട്ടിരിക്കുന്നു ഗൈസ്. ഹൈസൂന് അധികം എരിവില്ലാണ്ടാണ് കിട്ടണം. കുറച്ച് എരിവിടും, എന്നാലും കുറച്ച് കഴിക്കാം നമുക്ക്. എന്നാ ഇത് നോക്കി, ടേസ്റ്റ് ഉണ്ടോ നോക്കി. ആ ടേസ്റ്റ് ഉണ്ടോ നോക്കി. ടേസ്റ്റ് ഉണ്ടാ? ഹൈസൂന്റെ കണക്കനുസരിച്ച് 1.5 മണിക്കൂറാണ് കണക്ക്. പോളിങ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആളിരിക്കുന്ന സൈസും അതുപോലെ തന്നെയാണ്. ഹൈസൂന് അങ്ങനെ സ്ക്രീൻ ടൈം ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അവിടെ ഇവിടെ ഇരുന്ന് നടന്നൊക്കെ കൊടുക്കാറ്. ആൾ കഴിച്ചോളും, പക്ഷെ സമയമെടുക്കും. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ആൾ കഴിച്ചു. ഞങ്ങളങ്ങനെ കഴിക്കാനിരുന്നു. വ്ളോഗ് എടുക്കുവാണ്. അപ്പോൾ പാപ്പ നാച്ചുറലായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പാപ്പ ആത്മാർത്ഥമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ലഞ്ച്. സൺഡേ ശരിക്കും പറഞ്ഞാൽ എന്താണ് പണി, വേറെ ഒരു പണിയില്ല. എന്താണ് മമ്മി ഇന്ന് ലഞ്ച് സ്പെഷ്യൽ? കുറച്ച് ഉഷാറ് വെച്ചേ ഉമ്മച്ചി അവിടെ തുടക്കണേ, പക്ഷേ കുക്ക് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് അടിച്ചു വരെ തുടച്ചിടാം. സൺഡേ ഇസ് ക്ലീനിങ് ആൻഡ് കുക്കിംഗ് ഡേ എന്നാണല്ലോ. പക്ഷെ ഉണ്ടല്ലോ, അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ ചുമട് സാധനങ്ങളാണ്. അത് പിറക്കാൻ തന്നെ വേണം 1/2 മണിക്കൂർ. നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, കാണിച്ചു തരാം ഞാൻ. കുറച്ച് നേരത്തെ ഒതുക്കലിൻ്റെയും പെറുക്കലിൻ്റെയും ശേഷം ഞാൻ വിചാരിച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ സൺഡേ
പനിയൊന്നുമില്ലെങ്കിൽ ഇവിടെ വീട്ടിലാണെങ്കിൽ ഞാൻ വൈകുന്നേരം കുളിക്കുള്ളൂ. മടിയാണ്. തീറ്റയും കുടിയും ജപവും എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം കുളിക്കണം. എന്നെപ്പോലെ മടിച്ചുകളാരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവരും നല്ല വെച്ചുകളായിരിക്കും, ഞാൻ മാത്രമേ കേൾപ്പിക്കണം. ഞാൻ അങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കും വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വൈകുന്നേരം സന്ധ്യ ആകുമ്പോൾ കുളിക്കാൻ കയറും. എന്നുവെച്ചാൽ അതും പറഞ്ഞാൽ എപ്പോഴും ഇടിയാണ്, അന്നും ഇന്നും എന്നും. അപ്പോൾ ഇന്ന് പക്ഷേ ഞാനിപ്പോൾ കുളിക്കുകയാണ്. കാരണം വ്ലോഗ് എടുക്കണമെന്നൊന്നുമല്ല, ഉച്ച കഴിഞ്ഞ് ഇപ്പം ഞാൻ 2 ആഴ്ച എൻ്റെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ തിരിച്ചു പോവാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് വൈകുന്നേരം ആണെങ്കിലും മുമ്പ് പോകണം. കാരണം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ എത്താമെന്ന് വിചാരിക്കുന്നു. ചോറ് കഴിഞ്ഞിട്ട് ടെറ്റ ബൈ ബൈ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ കുളിച്ച് സുന്ദരമായിട്ടിരിക്കുകയാണ് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ സി യു ആഫ്റ്റർ ബാത്ത്. അങ്ങനെ കുളിയും ദേവാരൊക്കെ ശേഷം ഞങ്ങൾ കഴിക്കാനും കേട്ടോ. വേഗം കഴിച്ച് സ്റ്റാൻഡ് ഇടാമെന്നായിരുന്നു അജണ്ട. കാരണം വൈകുന്നേരം ആകുമ്പോൾ മഴയുടെ ഒരു കോളുള്ളതുകൊണ്ട് വേഗം ഹസ്ബൻഡിൻ്റെ വീട് പിടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ റെഡി ആയിട്ട് വന്നു. ഹൈസു ഏകദേശം റെഡിയാണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് വീട്ടിലേക്ക് വരാനും ഉഷാറ്, പോകുമ്പോൾ ഉണ്ടാവാറില്ല. അതെന്താ, എല്ലാവർക്കും അങ്ങനെയാണോ? അങ്ങനെ ഇനി 1.5 മാസം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞ് 2 പേർക്കും ഓരോ മുത്തം നൽകി ഞങ്ങൾ ടാറ്റാ ബൈ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ നിരട്ടാവണതിന് മുമ്പ് വീടെത്താനുള്ള പരിപാടിയായി അടുത്തത്. ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീടെത്തി. വരുമ്പോൾ എൻട്രി ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ വഴി പോയി, മറന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. ഇതായിരുന്നു എൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഇത്ര നേരം എൻ്റെ തള്ളു കേട്ട എല്ലാവർക്കും 1000 നന്ദി. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.